ഇതുപോലെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ ഇതുപോലെ ചെറുപ്പത്തിൽ നമ്മൾ എത്ര വട്ടം തെന്നി വീണിട്ടുണ്ടടാ ഇതുപോലെ കുട്ടിയും തല്ലി. രാത്രി കൊണ്ട് അടിച്ചു പൊടിച്ചിട്ടേ എന്റെ ഉമ്മാന്റെ വീട്ടിൽ പോകരുത്. ഉച്ചയ്ക്ക് 1:45. ചെക്കൻ ആരാണ് അടിച്ചത്? ആരടിച്ചോട്ടെ, ഓന്റെ പണ്ടം ഞങ്ങൾ പുറത്തു കൊടുക്കും, ആരായിക്കോട്ടെ. വൈകിട്ട് 4:40. ചങ്കാളെ ആ അടിച്ചു പൊളിച്ചോനെ നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. രാത്രി 8 മണി. ഇത് ജസ്റ്റ് ഒരു കണ്ടന്റിന്റെ രൂപത്തിൽ ചെയ്തൊരു വിഷയമാണ്. നേരത്തിൻ കഥയറിയാതെ കാലത്തിൻ ഗതിയറിയാതെ ഞാൻ സത്യം പറയാലോ, അബ്സല്യൂട്ട് സിനിമയായിരുന്നു കേട്ടോ അത്. പിന്നെ അറിയാലോ ആരാന്ന് വെച്ചാ അതെ, അബ്സല്യൂട്ട് സിനിമ. ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സ്ക്രീൻ പ്ലേ ഒക്കെ വിഷയോടെ ശരിക്കും പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം കണ്ടന്റ് ആക്കാനുള്ള സാമാനം ഉണ്ട് കേട്ടോ അതിനകത്ത്. കൊള്ളാം, വൈബായിട്ടുണ്ട്. ബിഗ് ബോസിനേക്കാളും വലിയ കിണുക്ക് സാമാനമായിരുന്നു കേട്ടോ അത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തിന് Get me close, DJ! I'm about to pop these fools! ഇത് വിജയിക്കാതെ സുഹൃത്താവല്ലേ? അതെങ്ങനെ ശരിയാക്കലോ? ഇതൊന്നും ചിന്തിക്കാനും ശരിയാക്കാനും ഇവിടെ വേറെ ആരും ഇല്ലല്ലോടാ. ഇവിടെ ഇതിന്റെ തലയുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ. കുറെ മുട്ട പപ്സുകളുണ്ട് ബാക്കിൽ മൊത്തം നിരന്ന് നിൽക്കുന്നുണ്ട്. ആ വൈഫൈന്റെ വള്ളി ഡയറക്റ്റിലേക്ക് കുത്തിയാൽ വള്ളി നിന്റെ പാടെടുത്ത് കുത്തറ നാറി. എന്റെ വേറൊരു ഐഡിയ ഉണ്ട്. നീ അതെ എന്താ ഐഡിയ? പുതിയൊരു സിം എടുത്താ പോരെ, ഇവിടെ കിട്ടുന്ന പുതിയ സിം ഓൾറെഡി ഞാൻ എല്ലാം കിട്ടുന്ന ദേഷ്യം പിടിച്ചിട്ടുള്ള എന്റെ വെറുതെ മൂട് കളയണ്ട. ഞാൻ മൊത്തം അടിക്കും. എന്റെ മൂക്കിനകത്ത് ഞാൻ കുത്തിപ്പോ. എന്താ മമ്മൂന്ന് പറയുന്ന തീട്ട എന്തെല്ലോ പറയുന്നുണ്ട് അതിന്റെ അടുത്ത്. വൈഫിന്റെ ബോക്സ് എടുത്തിട്ട് ഇവിടെ വെച്ചാൽ എന്താവും? അതിന്റെ എന്തോ കൊമ്പില്ല, കൊമ്പ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ എന്തോ കൂടുതൽ കിട്ടും എന്ന് പറയുന്നേക്കാം. എന്ത് പോത്തിന്റെ കൊമ്പാ? കൊമ്പില്ലേ, ഇങ്ങനെ 2 കൊമ്പ് 3 കൊമ്പ് ഉണ്ടാകുന്ന കൊറേ കൊമ്പ് വെച്ച് കഴിഞ്ഞാല് ലൈവാണ് ഞാൻ. ഇല്ലെങ്കിൽ ഞാൻ തന്നൊക്കെ വിളിച്ചാലോ. പാവടാ ഇത്. ഫൈനലി ആധാർ ലിങ്ക് ടു പാൻ. എന്റെ ദൈവം, എങ്ങനെ ആരട ഇതൊക്കെ? എവണ്ടാ ഇവൻ? എടോ എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കടോ. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും. ഇന്നലെ രാത്രി 10 മണി കൊണ്ട് വിളിക്കാൻ. എന്നെ ആരെങ്കിലും ഞാനറിയാതെ അഗാധമായിട്ട് പ്രേമിക്കുന്നുണ്ടാവും. എന്നോട് പറയാൻ പേടിയായതുകൊണ്ട് മാത്രം ഞാൻ സിംഗിൾ ആയതായിരിക്കും. എന്താ അങ്ങനെ ആയിക്കൂടെ? അങ്ങനെയാവും. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചില ദിവസങ്ങളിൽ ഡിപ്രഷൻ അടിച്ച് ചില രാത്രികളിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കും, എന്നെ ശരിക്കും കേട്ടാൻ പോകുന്നവൻ ഇപ്പം അവൻ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിന്റെ അടുത്ത് അവരുടെ ഹണിമൂണിനെ പറ്റി അല്ലെങ്കിൽ അവർ അടുത്ത ആഴ്ച പോകാൻ പറ്റുന്ന ട്രിപ്പിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമായിരിക്കും എന്ന്. എന്തുകൊണ്ട് ആ തെണ്ടി എന്റെ ജീവിതത്തിലേക്ക് നേരത്തെ വന്നില്ല എന്നോർത്ത് ഞാൻ അവനെ മനസ്സിന് ശപിക്കും. അപ്പൊ എനിക്കൊരു സന്തോഷം തോന്നും. എന്നിട്ട് ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങും. പക്ഷെ ഇതിനൊക്കെ ഉള്ള അടി അവൻ എന്റെ ജീവിതത്തിലോട്ട് വരുമ്പോ അവന് ഞാൻ കൊടുക്കൂടാ. എനിക്ക് എത്ര വയസ്സായിട്ടാണോ വരുന്നത് അവൻ അത്ര അടി ഞാൻ കൊടുക്കും. എന്താ പണി തീർന്നില്ലേ? ഇന്നലെ രാത്രി 12:30 പണി തീർന്നു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതല്ല നിന്റെ പണി തീർന്നോന്ന്. എന്റെ പണി തീർന്ന ഞാനിങ്ങനെ നിൽക്കുവോ? മൂക്കില് പഞ്ഞയും വെച്ച് വല്ലോടത്തും പോയി റെസ്റ്റ് എടുക്കൂലേ? അതെ, ഈ പ്രസന്റേഷൻ നമുക്ക് ശബ്ദത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണ്ടേ? അതല്ലേ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കണത്. ബോഡി എവിടെ? പുറവസ്ഥ അഴയിൽ 2 കിടപ്പുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ അമ്മായി എടുത്തിട്ടോന്നറിയില്ല. എന്ത് ബോഡി? അയ്യോ, എന്തുവാടാ ഇതൊക്കെ? Day 1 of Nonet November. Day 1 of Nonet November. Original start today. Real Day 1 of Nonet November starting today. Official Day 1 of Nonet November starting today. Today is the best day to start Nonet November. ഇത് ആണുങ്ങളുടെ യൂണിവേഴ്സാ കേട്ടോ. നമുക്ക് പെണ്ണുങ്ങൾക്ക് ഒരു ടോപ്പും ഇല്ല ഗൈസ്, ഒരു ടോപ്പും ഇല്ല.